ഒരു ബൈക്കിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇൻഷുറൻസിൻ്റെ സൈറ്റിൽ വന്നതിന് ശേഷം മോട്ടോർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ മോട്ടോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വീലർ, തേർഡ് പാർട്ടി, പ്രൈവറ്റ് കാർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ്. നമ്മൾ തേർഡ് പാർട്ടിയാണ് എടുത്തത്. തേർഡ് പാർട്ടി എടുത്തിട്ട് ഇതിൻ്റെ വണ്ടി നമ്പർ, അതായത് വെഹിക്കിൾ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ RC ബുക്കുമായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നീട് വരുന്നത് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഡേറ്റ് എപ്പോഴാണ്, എക്സ്പയറി ഡേറ്റ് ആണ് ചോദിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം PA കവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഏത് കമ്പനിയാണോ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചോദിക്കാണ്ട് അതും കൂടി കൊടുക്കാം. പിന്നെ വരുന്നത് PA കവറാണ്. PA കവറിൻ്റെ കൂടെ ഈ വാഹനത്തിൻ്റെ കൂടെ PA കവർ കൂടെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസ് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് അതിൻ്റെ റീസൺ കാണിക്കും, അത് സെലക്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കമ്പനിയുടെയും ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണ്, പ്രീമിയം എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. എല്ലാ കമ്പനിയും ഒരേ തരത്തിലുള്ള പ്രീമിയം ആയിരിക്കുമല്ലോ, ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെത്ര പ്രൈവറ്റ് കമ്പനികളുണ്ട്, അതേപോലെ തന്നെ പബ്ലിക് കമ്പനികളുണ്ട്. എല്ലാ കമ്പനിയും നമുക്ക് കൊട്ടേഷൻ തരും. അതിൽ നമുക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം.